وإذا جاءهم أمر من الأمن أو الخوف أذاعوا به ولو ردوه إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا وإذا جاءهم അവരുടെ അരികിൽ എത്തിച്ചേർന്നാൽ അംറും മിനൽ അംൻ സമാധാനത്തിൽ നിന്നുമുള്ള വല്ല വാർത്തയും എത്തിച്ചേർന്നാൽ അവിൽ ഖൗഫ് അല്ലെങ്കിൽ ഭയത്തിൽ നിന്നുമുള്ള വല്ല വാർത്തയും എത്തിച്ചേർന്നാൽ അദാഉ ബി അവർ അതിനെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. വലൗ റദ്ദൂ അവർ ആ കാര്യത്തെ മടക്കിയിരുന്നുവെങ്കിൽ ഇലർ റസൂൽ ഈ പ്രവാചകനിലേക്ക് മടക്കിയിരുന്നുവെങ്കിൽ വഇലാ ഉലിൽ അംരി മിൻഹും അവരിൽപ്പെട്ട കാര്യകർത്താക്കളിലേക്ക് മടക്കിയിരുന്നുവെങ്കിൽ ലഅലിമഹു അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുമായിരുന്നു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും അവരിൽ ഉള്ളിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുമായിരുന്നു. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു അല്ലാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ലത്തബഅ്തുമുശ് ശൈത്താന ഇല്ലാ ഖലീലാ കുറഞ്ഞ ആളുകളൊഴികെ നിങ്ങളെല്ലാവരും പിശാചിനെ പിൻപറ്റുമായിരുന്നു. അല്ലാഹു ഈ ആയത്തിൽ കപടവിശ്വാസികളായ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ദുർഗുണം അവരെയും നമ്മെയും ഉണർത്തുകയാണ്. ജീവിതയാത്രക്കിടയിൽ രണ്ടു തരം സംഭവങ്ങളും വാർത്തകളും വിഷയങ്ങളുമായി നാം ബന്ധപ്പെടും. ഒന്ന് നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യം, അത് നമ്മുടെ ഇഷ്ടത്തിൽ പ്രവർത്തിക്കാവുന്നതാണ്. ഇടികൊണ്ടാൽ മനസ്സിലായിക്കൊള്ളും. എന്നെപ്പറ്റി ഇല്ലാത്ത രോഗം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഒരു ഒന്നാന്തരം മരുന്ന് തന്നു, പുകഞ്ഞു പോകും. അല്ലെങ്കിൽ ഇല്ലാത്ത സ്ഥാനം ഞാനിങ്ങനെ വിളമ്പി ആൾക്കാർ അതിനനുസരിച്ച് മേപ്പോട്ട് പൊക്കി വെച്ചപ്പോൾ എന്നെ കൊണ്ടൊന്നിനും സാധിക്കുന്നില്ല, തനി ആൾക്കാരെ പിടിച്ചിറക്കിക്കൊണ്ടു. അതുകൊണ്ട് അവരവരുമായി ബന്ധപ്പെട്ട കാര്യം അവരവരുടെ ഇഷ്ടം. പക്ഷേ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ കുടുംബം, എൻ്റെ പ്രസ്ഥാനം, എൻ്റെ സ്ഥാപനം, എൻ്റെ സമുദായം, പ്രത്യേകിച്ചും നമ്മളുമായി പ്രശ്നത്തിലുള്ള ആളുകൾ, അവരെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നത് വളരെയധികം സൂക്ഷിച്ചു വേണം. കാരണം അതിൻ്റെ പരിണിത ഫലങ്ങൾ ദൂരവ്യാപകമാകാൻ സാധ്യതയുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്തെങ്കിലും സന്തോഷ വാർത്തകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മുനാഫിഖീങ്ങൾ
വെറുതെ വാഴ്ത്തി പൊക്കി പർവ്വതീകരിച്ച് പറയുമായിരുന്നു. അതുപോലെ എന്തെങ്കിലും ഭയപ്പാടുകളോ സംഭവങ്ങളോ വല്ലതും നടന്നാൽ അതും ഉടനെ അതിഭയങ്കരമായി അവതരിപ്പിക്കുമായിരുന്നു. ഇതുകൊണ്ടുള്ള ഉദ്ദേശം നല്ല വാർത്തകളെ പറ്റി അറിയിച്ച് പരിശ്രമത്തിൽ കുറവ് വരുത്താനാണ്. ഇനിയൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പണ്ടേ വിജയിച്ചു കഴിഞ്ഞു, കുഴിമടിയനായിട്ട് മാറും. അല്ലെങ്കിൽ മനസ്സിനെ തകർക്കലാണ്. എത്ര പരിശ്രമിച്ചിട്ട് കാര്യമില്ല, തോൽവി ഉറപ്പാണ്. ഈ രണ്ടവസ്ഥകൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അല്ലാഹു തആല ഈ ആയത്തിലൂടെ അതിനെപ്പറ്റി പറയുകയാണ്. وَإِذَا جَاءَهُمْ أَمْرٌ مِّنَ الْأَمْنِ أَوِ الْخَوْفِ أَذَاعُوا بِهِ. സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ ഭയപ്പാടിൻ്റെ വല്ല വാർത്തയും അവർക്ക് ലഭിച്ചാൽ അദാഉ ബിഹി, പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയിൽപ്പെട്ട കാര്യം, അവരതിനെ പ്രക്ഷേപണം ചെയ്യും. ഇദാഅത്ത് റേഡിയോ, ഇദാഅത്തുൽ ഖുർആനിൽ കരീം, ഇദാഅത്തുൽ ഇദാഇൽ ഇസ്ലാം, ഇദാഅത്ത് BBC ലണ്ടൻ. റേഡിയോയെ പറ്റിയാണ് ഇദാഅത്ത് എന്ന് പറയുന്നത്. ഇതില്ലാത്ത കാലഘട്ടത്തിൽ അല്ലാഹു തആല പറയുന്നു, റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്നയാൾ പ്രക്ഷേപണം ചെയ്യുന്നത് പോലെ ഇവരിതിനെ ഉറക്കം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണമോ? നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കണം. മിണ്ടാതിരിക്കാനും പാടില്ല. എന്ത് സമാധാന വാർത്ത കേട്ടാലും ഭയപ്പാടിന്റെ വാർത്ത കേട്ടാലും മിണ്ടാതിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പാടില്ല. ഗ്യാലറിയിൽ നിന്ന് കളി നോക്കുന്ന ആളുകളാകാനും പാടില്ല. വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ബദറുൽ മുനീർ, സമുന്നത വ്യക്തിത്വം, പരിണിത പ്രജ്ഞനായ ഉന്നതനായ നായകൻ നിങ്ങളുടെ ഇടയിലുണ്ട്. ആ നബിതങ്ങളിലേക്ക് മടക്കി. വഇലാ ഉലിൽ അംരി മിൻഹും, അറിവും നേതൃത്വ പാഠവുമുള്ള സമർത്ഥന്മാരും അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു, അപ്പുറത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കറങ്ങി നടക്കുന്നു. ഇവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആനിക ചിന്തയിൽ, മറുഭാഗത്ത് അലി മുർത്തദ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്യണമെന്ന് വിവരം കിട്ടിയാൽ അതിലേക്ക് കുതിച്ചു പായാൻ കാത്തിരിക്കുന്നു, സേവന സന്നദ്ധരായിരിക്കുന്നു. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ തെക്ക് വടക്ക് കറങ്ങി നടക്കുന്നു. വേറെ ഉസ്താദന്മാർ നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ നടക്കുന്നു. നിങ്ങൾ എന്തിനാണ് അവിടെ ഇവിടെ പോയി വിളിച്ചു പറയുന്നത്? ഇന്നത്തെ വലിയൊരു മുസീബത്തായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഏറ്റവും ആദ്യമായി ഞാനാണ് വാർത്ത അറിയിച്ചതെന്ന് പറഞ്ഞ് ഹറമിലെ ഇമാമിനെ ഒരു 10 വട്ടം അങ്ങോട്ട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഒരാൾ മരിച്ചെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ എടുത്ത് ആദ്യം കൊട്ടും. എന്തെല്ലാ കിട്ടുന്നതല്ല കൊട്ട് ഒരു വലിയ സാമർഥ്യമായിട്ടാണ് കാണുന്നത്. എന്താണെന്ന് ആലോചിക്കാതെ പോലും വ്യാജ വാർത്തകൾ ലോകത്ത് പ്രചരിപ്പിക്കുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധ വ്യാജ വാർത്ത, പ്ലെയിൻ പറന്നു പോകുന്നു, ആൾക്കാരുടെ ശവങ്ങൾ മറിഞ്ഞു വീഴുന്നു, ഉടനെ ആൾക്കാരുടെ കൊട്ടുക. പയ്യന്മാർ അവിടെ നിന്ന് മറ്റേ സാധനത്തെ ഉണ്ടാക്കുന്ന വാർത്തകളാണ് അതിവിടെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സംഭവമാണ്. ചാടാൻ വേണ്ടി കുറെ ആളുകൾ കാത്തിരിക്കുന്നു. എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. എനിക്ക് കുടുംബവുമായിട്ട് പ്രശ്നം സ്വാഭാവികമാണ്. ഞാൻ ഇവിടെ വന്നിരുന്ന് വിളമ്പിക്കൊണ്ടിരിക്കും. എനിക്ക് എൻ്റെ വേറെ അല്ലെങ്കിൽ വാപ്പായുമായിട്ട് പ്രശ്നം, അത് വന്ന് ആൾക്കാർക്കിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മാതാപിതാക്കളുടെ സ്വന്തം മാതാപിതാക്കളുടെ കുറ്റങ്ങൾ, ഉസ്താദുമാരുമായിട്ട് വിഷയം, അതിങ്ങനെ അവിടെ ഇവിടെ കറങ്ങണമെന്ന് പറയും. നിങ്ങൾ വീട്ടിൽ വിളിച്ചു പറയും. പാവപ്പെട്ട വാപ്പ, അതിനേക്കാളും പാവപ്പെട്ട ഉമ്മ, നിങ്ങളെന്നല്ല വേറെ ചിന്തയുമില്ല, അവർ കൊണ്ടുതറിക്കും.
ഈ സ്ഥാപനത്തിന്റെ കാര്യം ആ സ്ഥാപനത്തിൽ, അതിന്റെ കാര്യം ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളിൽപ്പെട്ട ഏതാനും ആളുകൾ വേറൊരു സ്ഥാപനത്തിൽ പഠിക്കുന്നവരാണ്. ഒരിക്കൽ അടുത്ത് വന്നിരുന്ന് അവിടുത്തെ ഉസ്താദിനെ കുറ്റം പറയാൻ തുടങ്ങി. നമുക്ക് ഭയങ്കര രസമാണ് മറ്റുള്ളവരെ പറ്റി കേട്ട് കഴിഞ്ഞാൽ. എഴുന്നേറ്റിരുന്ന് പറഞ്ഞ് വല്ലതും ഉണ്ടെങ്കിൽ അയാളോട് പോയി പറഞ്ഞോളാം, മിണ്ടിപ്പോകരുത് ഇവിടെ. അൽഹംദുലില്ലാ ആള് ശരിയായി ഇപ്പോൾ ഒന്നാന്തര ആര്യമായിട്ട് കിടക്കുന്നു. അതുകൊണ്ട് വാർത്തകൾ കേട്ടാൽ എടുത്തടിക്കേണ്ടതല്ല, അതിനെപ്പറ്റി ശരിക്കും ആലോചന വേണം, അന്വേഷണം വേണം. നിങ്ങൾ അവരിലേക്ക് മടക്കിയാൽ അവർക്ക് അല്ലാഹു തആല ഇസ്തിൻബാത്ത് എന്ന് പറയുന്ന കാര്യങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വിഷയം മനസ്സിലാക്കേണ്ട ഒരു യോഗ്യത അല്ലാഹു നൽകിയിട്ടുണ്ട്. പടച്ചവൻ നൽകുന്ന യോഗ്യതയാണ്. അവരതിനെ മനസ്സിലാക്കും. ഇത് നമ്മൾ മുമ്പോട്ട് നീങ്ങേണ്ട കാര്യമാണ്, അല്ലെ അവരതിനെ മനസ്സിലാക്കും. ഇവിടെ ദീനിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു മസലയും മനസ്സിലാകുന്നു. ഖുർആൻ, ഹദീസ്, ഫിഖ്, ദീനിന്റെ കാര്യങ്ങൾ കണ്ടവരും കേട്ടവരും പറയുന്നത്, അത് ആരെ താഴ്ത്തി നിന്ദിക്കുകയും ചെയ്യുന്നതല്ല. നമുക്ക് അർഹതയുള്ള കാര്യങ്ങൾ പറയും. എനിക്കറിയാത്തൊരു കാര്യം, അല്ലെങ്കിൽ അറിയേണ്ടതുപോലെ അറിയാത്തൊരു കാര്യത്തിൽ ഞാൻ കൈയിടാൻ പാടില്ല. ഇസ്തിൻബാത്ത്, അകത്തേക്കിറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കൽ, നിർദ്ധാരണം ചെയ്യൽ. മഹാന്മാരായ ഫുഖഹാക്കളെ അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾ എന്നോട് പനിക്ക് മരുന്ന് വേണ്ടി വരുന്നത് എനിക്ക് ABCD പോലും അറിയില്ല. ഞാനൊരു പോത്ത് നേരിട്ട് നിൽക്കുന്നതായ ഫോട്ടോ കണ്ടിട്ട് ആ മരുന്ന് മേടിച്ച് കഴിച്ചോളാൻ പറഞ്ഞു. പോത്തിൻ്റെ അസുഖം മാറാനുള്ള മരുന്നായിരുന്നു. എന്തെല്ലാം രോഗം വരും, പ്രശ്നം വരും. പക്ഷെ ഞാൻ വിചാരിച്ച് പോത്തിക്ക് എഴുന്നേറ്റിരിക്കുന്നതാണ് ആരോഗ്യപരമായ മരുന്നാണ്, അജമാംസ രസായനമാണെന്ന് വിചാരിച്ച് മേടിച്ചു തന്നു. ആകെ അപകടത്തിലാകും. ഡോക്ടർമാരെ ദേഷ്യപ്പെടും. ദീനിന്റെ വിഷയത്തിൽ മാത്രം ആർക്ക് എന്തും പറയാം. എനിക്ക് മനസ്സിലാകുന്നത് ഇതിൽ നിന്നും ഇതാണ്, ഇയാൾക്ക് എന്താണോ മനസ്സിലാകുന്നത്? എത്രയോ പൊട്ടത്തെറ്റുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു വഴിയിൽ കൂടി പോകുന്നത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന എറണാകുളം അതാണെന്ന്, എന്നിട്ട് തിരിഞ്ഞു പോയ ആളാണ്. വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എറണാകുളം നേരെ പോകേണ്ടത്, എന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞു പോയി. എഴുത്ത് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചു. അതിൻ്റെ അടിയിൽ വരച്ചിരിക്കുന്നത് നേരെ എന്നുള്ളത് വലത്തോട്ടാണെന്നത് വലത്തോട്ട് എടുത്തുകൊണ്ട് പോയി. എന്തെല്ലാം തെറ്റ് നിങ്ങൾക്ക് വരും? അതുകൊണ്ട് ഇസ്തിൻബാത്ത്, ഫുഖഹായിന്റെ മഹത്വം മനസ്സിലാക്കി ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട അഗ്രഗണ്യരുടെ ഗുണം തിരിച്ചറിയും, അവരുടെ ഉപകാരം സമ്മതിക്കും, ആ കാര്യം അവരെ ഏൽപ്പിക്കും. الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا. പടച്ചവന്റെ ഭയങ്കര ഔദാര്യം, വലിയ കൃപ, വലിയ കാരുണ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ അധികം കുഴപ്പങ്ങളിലൊന്നും ചാടാതെ ജീവിക്കുന്നത്. അത് നിങ്ങളുടെ സാമർഥ്യമാണെന്ന് വിചാരിക്കരുത്, പടച്ചവന്റെ കൃപയാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ വിഷയത്തിൽ വല്ലതും പറയുന്നത് തികഞ്ഞ സൂക്ഷ്മതയോടുകൂടിയായിരിക്കണം. വാർത്തകൾ വളരെ തികഞ്ഞ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യരുത്. പ്രത്യേകിച്ചും അപകടത്തിന്, പ്രശ്നത്തിന് സാധ്യതയുള്ളവരുടെ വാർത്ത വളരെ സൂക്ഷിക്കും, അതിൽ വലിയ ജാഗ്രത കാണിക്കും. അതിനും പ്രത്യേകിച്ച് പരിഹാസത്തിൻ്റെ അംശം വരുന്ന കാര്യം തികഞ്ഞ സൂക്ഷ്മത പുലർത്തി. അമുസ്ലിമീങ്ങളുടെ മേൽ പരിഹാസം വരുന്ന, മറ്റ് സംഘടനയുടെ മേൽ പരിഹാസം വരുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും അതിനെ സ്റ്റാറ്റസ് ആക്കുന്നത് പ്രത്യേകിച്ച് വലിയ സൂക്ഷ്മത കാണിക്കും. സമുദായം ദ്രോഹിക്കപ്പെടും, പാവപ്പെട്ട ജനങ്ങൾ പീഡിപ്പിക്കപ്പെടും. ഈ കാര്യവുമായിട്ട് ബന്ധമില്ലാത്ത സാധുക്കളായ ദീനിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന യാത്രക്കാരെ ദ്രോഹിക്കപ്പെടുന്നു എൻ്റെയും നിങ്ങളുടെയും വാക്കുകൊണ്ട്. മഹാനായ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, എവിടെയെങ്കിലും ജമാഅത്ത് പോയാൽ അവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് അടുത്ത പ്രാവശ്യം അവിടെ ജമാഅത്ത് വരാനുള്ളൊരു അവസരം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോകണം. അവിടെ ഉസ്താദുമാരെങ്കിലും മുസാഫാത്ത് ചെയ്ത്, മോദിയിൽ നിന്ന് മുസാഫാത്ത് ചെയ്ത്, അവർക്ക് നീ അത്തറ് കൊടുത്ത്
അൽഹംദുലില്ലാഹ് തിരിച്ചു വന്നു. ആ ഉസ്താദ് മോശമായിട്ടാണ് പെരുമാറിയത്, തിരിച്ചങ്ങോട്ട് മോശമായിട്ട് പെരുമാറി, മോദീനുമായിട്ട് മോശമായിട്ട് പെരുമാറി. എൻ്റെ തൊപ്പി മിമ്പറിൻ്റെ അടുത്ത് കൊണ്ടിട്ടു, അവരുടെ തസ്ബീഹ് വേറെ സ്ഥലത്ത് കൊണ്ടിട്ടു, ചെരുപ്പ് വേറെ നാട്ടുകാരെ പൊക്കിക്കൊണ്ട് പോയി. പിന്നെ അങ്ങോട്ട് വരുന്ന സാധുക്കൾ ബുദ്ധിമുട്ടും, അവർ വിഷമിക്കും. ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا. വാക്കുകളിൽ പ്രത്യേകിച്ച് മറ്റുള്ളവരെ പറ്റിയുള്ള വിവരണങ്ങളിൽ സൂക്ഷ്മത പുലർത്താൻ, സ്വന്തം വിഷയത്തിൽ സൂക്ഷ്മത പുലർത്താൻ, വീണോണ്ടിരിക്കുക ആൾക്കാർ, ഞാൻ സഹിതം വീണോണ്ടിരിക്കുകയാണ്, സൂക്ഷ്മത പുലർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.